ഇന്നത്തെ ക്ലാസ് വന്നിട്ട് പാർട്ട് 2 ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യ ഭാഗം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എമർജൻസ് ഓഫ് സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രപ്പോളജിയും പറ്റിയിട്ടായിരുന്നു. അതായത് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ എമർജൻസ് എങ്ങനെയാണ് ഉണ്ടായത്, അതോടൊപ്പം തന്നെ സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന സബ്ജക്റ്റും എങ്ങനെ എമർജ് ചെയ്തു എന്നതാണ്. അപ്പോ പാർട്ട് 1 വന്നിട്ട് നമ്മൾ പഠിച്ചിരുന്നു എങ്ങനെയാണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ആയത്, അല്ലെങ്കിൽ ഇന്ന് കാണുന്നത് പോലെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആയിട്ട് മാറിയത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇനി ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായി പോകുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യോളജിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മറ്റൊരു ഡിസിപ്ലിൻ ആയിട്ടുള്ള സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ എമർജൻസും അതിന്റെ മറ്റ് കാരണങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട തിയറിസ്റ്റുകളെ ഒക്കെയാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ പാർട്ട് 1 പറഞ്ഞതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അതായത് എമർജൻസ് ഓഫ് സോഷ്യോളജിനെ പറ്റിയിട്ടായിരുന്നു പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു എമർജൻസ് ഓഫ് സോഷ്യോളജി എന്ന് പറയപ്പെടുന്നത് പലതരത്തിലുള്ള സാമൂഹിക സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടായതിന്റെ ഫലമായിട്ടായിരുന്നു സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഉദയം ചെയ്തത്. അപ്പൊ ഈ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഒക്കെ തന്നെ വളരെയധികം അതിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിനിലേക്ക് അതിനെ ഉയർത്തുന്നതിന് കാരണമായ ഘടകങ്ങളാണ്. അപ്പൊ ഈ പാർട്ട് 2 നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ എമർജൻസിനെ പറ്റിയിട്ടാണ്. സോഷ്യൽ ആന്ത്രപ്പോളജി എങ്ങനെയാണ് എമർജ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ എമർജൻസിനെ പറ്റി പറയുമ്പോൾ ഇതൊരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് മാറാനായിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് പ്രൊഫഷൻ ആയിട്ട് ബിഗാൻ ചെയ്യാൻ തുടങ്ങിയത് നാച്ചുറൽ സയൻസുകളുടെയും ഹ്യൂമാനിറ്റീസുകളുടെയും തന്നെ ഒരു ഇന്റർസെക്ഷന്റെ ഭാഗമായിട്ടാണ്. അതായത് ഈ പറയുന്ന നാച്ചുറൽ സയൻസുകൾ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളുടെയൊക്കെ ഒരു ഇടയിലായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ പറയുന്ന ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ആന്ത്രപ്പോളജിയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നവ ഇത്തരത്തില് നമുക്കറിയാം, നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള ഒരു ടേം ആണ് ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനെ പറ്റി. അപ്പോൾ ഇവിടെ ഒരു സോഷ്യൽ ആന്ത്രപ്പോളജിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇതിന്റെ ഉത്ഭവത്തെ പറ്റിയിട്ട് ആദ്യമേ പറയുന്നത് അങ്ങനെയാണ്. ആൻഡ് ദ എമർജൻസ് ഓഫ് സോഷ്യൽ ആന്ത്രപ്പോളജി ഹാസ് ഓൾസോ ബീൻ ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് അതർ ഡിസിപ്ലിൻസ് ഓഫ് സോഷ്യൽ സയൻസ്. നമ്മൾ സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ എമർജൻസിനെ പറ്റി പറയുമ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും ഒരൊറ്റ രീതിയിൽ അത് എമർജ് ചെയ്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റ് പല സബ്ജക്റ്റുകളുമായിട്ട്, അതായത് സോഷ്യൽ സയൻസിലെ മറ്റു പല സബ്ജക്റ്റുകളുടെ എമർജൻസുമായി സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ എമർജൻസിന് ബന്ധമുണ്ടെന്ന് പറയാം. അതായത് അതിന്റെ മറ്റ് ഡിസിപ്ലിനുകളുടെ എമർജൻസ് ഇതിനൊരു കാരണമായിട്ടുണ്ട്, ഇതിന്റെ ഉദയത്തിന് കാരണമായിട്ടുണ്ട്. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കോംപ്രഹെൻസീവ്ലി ലൊക്കേറ്റ് ദി സ്ട്രാൻഡ്സ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആൻഡ് എമർജൻസ് ഓഫ് ഡിസിപ്ലിൻ. ഇതിന്റെ എമർജൻസിനെ പറ്റിയിട്ട് നോക്കുമ്പോൾ, അതായത് സോഷ്യൽ ആന്ത്രപ്പോളജി എങ്ങനെയാണ് ഉദയം ചെയ്തത്, എപ്പോഴാണ് ഉദയം ചെയ്തത് എന്ന് നമ്മൾ നോക്കിക്കാണാനായിട്ട് ശ്രമിച്ചാൽ അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ഈ പറയുന്ന മറ്റ് സോഷ്യൽ സയൻസുകൾ ഉദയം ചെയ്ത സമയത്ത് അതിന്റെ ഇടയിലായിട്ട് ഉദയം ചെയ്ത ഒന്നായിരുന്നു, അല്ലെങ്കിൽ എമർജ് ചെയ്ത ഒന്നായിരുന്നു സോഷ്യൽ ആന്ത്രപ്പോളജി. The existence of the term anthropology many centuries ago, then anthropology is very old subject, and emergence is directly linked to the scientific developments in the western world. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊന്നാണ്, ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ എമർജൻസിനെ നമുക്ക് പറയാനായി സാധിക്കുന്നത് സയന്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് വെസ്റ്റേൺ വേൾഡുകളിൽ ആരംഭിച്ചപ്പോഴാണ്. അതായത് വെസ്റ്റേൺ വേൾഡുകളിലുള്ള ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു വികസനമാണ് എന്തിലേക്ക് അൾട്ടിമേറ്റ്ലി നയിക്കപ്പെട്ടത്, ആന്ത്രപ്പോളജി എന്ന് പറയുന്ന സബ്ജക്റ്റുകൾക്ക് ഒരു റെലവൻസും ഇമ്പോർട്ടൻസ് ഒക്കെ ലഭിക്കാൻ തുടങ്ങിയത്. അതോടൊപ്പം തന്നെ ഈ ഒരു പദം അല്ലെങ്കിൽ ആന്ത്രപ്പോളജി, സോഷ്യൽ ആന്ത്രപ്പോളജി ആണെന്ന് പറഞ്ഞത് അല്ലെ. ഇനി ഈ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന പദത്തെ പറ്റി പറയാം. ഈ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന പദം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ യൂസേജ് വളരെ വളരെ കാലം മുന്നേ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതായത് വളരെ പഴക്കമുള്ള ഒരു എന്താ പറയാ ഒരു സബ്ജക്റ്റ് ആണ് ആന്ത്രപ്പോളജി എന്ന് പറയപ്പെടുന്നത്. അതായത് ഇത് 1595 ഒരു ഗ്രീക്ക് വേർഡ് ആയിട്ടാണ് വന്നത്. ആ സമയത്ത് ഈ ഒരു പദം അല്ലെങ്കിൽ ഈ ഒരു ഡിസിപ്ലിൻ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഡിസിപ്ലിന്റെ എക്സിസ്റ്റൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇമ്മാനുവൽ കാന്റ് പബ്ലിഷ് എ ബുക്ക് 1798 entitled Anthropologia in pragmatic hints and
ഇൻസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പൊ ഈ പുസ്തകത്തില് ഇത്തരത്തില് നമുക്ക് ആന്ത്രപ്പോളജി എത്രത്തോളം റെലവെന്റ് ആണ്, അല്ലെങ്കിൽ ആന്ത്രപ്പോളജിയുമായി ബന്ധപ്പെട്ട വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഇമ്മാനുവൽ കാന്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള 1798 ഈ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോ in 15th and 16th century, the Portuguese and Spaniards wrote chronicles of their conquest of part of Africa and the New World. These are the important anthropological source material. അതായത് 15-16 നൂറ്റാണ്ടുകളിൽ എടുക്കുമ്പോൾ പോർച്ചുഗീസും അതോടൊപ്പം തന്നെ സ്പാനിയേർഡ്സ് ഒക്കെ എന്ത് ചെയ്തു, ക്രോണിക്കൽസ് എഴുതാൻ തുടങ്ങി, അല്ലെങ്കിൽ എന്താ പറയാ പുരാവൃത്തങ്ങൾ എഴുതാനായിട്ട് തുടങ്ങി. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പറയുന്ന രേഖകളെല്ലാം തന്നെ പറയുന്നത് ആ സമയത്തെ ആഫ്രിക്കൻ ഭാഗങ്ങൾ, ആഫ്രിക്കയിലെ പല ഭാഗങ്ങളെയും കോൺക്വസ്റ്റ് ചെയ്തതിനെ പറ്റിയിട്ടും അതോടൊപ്പം തന്നെ ന്യൂ വേൾഡുകളുടെ എമർജൻസിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു ഈ പറയുന്ന ക്രോണിക്കൽസിൽ നമുക്ക് കാണാനായി സാധിക്കാം. അപ്പൊ ഇതൊക്കെ തന്നെ ഈ പറയുന്ന ആന്ത്രപ്പോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് മെറ്റീരിയൽ ആയിരുന്നു, സ്രോതസ് ആയിരുന്നു. The foundation of anthropology has also been dated back to the Greco-Roman Renaissance period, particularly beginning with the writings of Herodotus and the Halicarnassus. അതായത് ഇപ്പോ ഈ ഒരു സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ ഫൗണ്ടേഷൻ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രീക്കോ റോമൻ ഒരു റെനൈസൻസ് പീരീഡുകളിൽ നമ്മൾ ചെല്ലേണ്ടിയിരിക്കുന്നു. ആ ഒരു പീരീഡുകളിൽ നിന്നുകൊണ്ടായിരുന്നു ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ടപ്പെട്ടത്. അപ്പൊ ഇതിനൊരു പ്രധാന പങ്ക് വഹിച്ച ഒന്നായിരുന്നു ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഹെറഡോട്ടസിന്റെ വർക്കുകൾ എന്ന് പറയുന്നത്, റൈറ്റിംഗ്സ് എന്ന് പറയുന്നത്. ദ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഓഫ് ദ ടൈം, particularly Socrates, Plato and Aristotle also influenced study of man and society. അപ്പോ അൾട്ടിമേറ്റ്ലി ഈ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന സബ്ജക്ട് പഠിച്ചിരുന്നത് സമൂഹത്തെയും മനുഷ്യനെയും സംബന്ധിച്ചെടുത്തിട്ടായിരുന്നു. മനുഷ്യൻ എങ്ങനെയാണ്, മനുഷ്യന്റെ പരിണാമത്തെയും മനുഷ്യനും സമൂഹവും തമ്മിലുള്ള ഒരു പഠനമായിരുന്നു അത് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെയും സമൂഹത്തെയും പറ്റിയിട്ടുള്ള പഠനശാഖയായിരുന്നു. അപ്പോ ഇത്തരത്തിലുള്ള പഠനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ആയിട്ട് ഉയരുന്നതിന് വേണ്ടി അന്നത്തെ പല ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള സോക്രട്ടസും അതോടൊപ്പം തന്നെ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ തന്നെ അവരുടെ മാനും സൊസൈറ്റി അല്ലെങ്കിൽ മനുഷ്യനെയും സമൂഹത്തെ പറ്റിയിട്ടുള്ള പഠനങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന ആന്ത്രപ്പോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങളായിട്ടാണ് കണക്കാക്കിയത്. അല്ലെങ്കിൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഒരു ഡിസിപ്ലിൻ ആക്കി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ആ പഠനങ്ങൾ സഹായകമായി. റോമൻ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള മാർക്കസ് തുലിയസ്, സിസേറോ ഓൾസോ സിഗ്നിഫിക്കന്റ്ലി കോൺട്രിബ്യൂട്ട് ടു ദി അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. അതോടൊപ്പം തന്നെ റോമൻ ഫിലോസഫർ ആയിട്ടുള്ള മാർക്കസിന്റെ പഠനങ്ങളും സോഷ്യൽ ആന്ത്രപ്പോളജിയെ അല്ലെങ്കിൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തവയാണ്. അതായത് അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ സമൂഹത്തെയും അല്ലെങ്കിൽ സമൂഹത്തിലെ ജീവിയായിട്ടുള്ള മനുഷ്യനെ പറ്റിയിട്ടൊക്കെ, സാമൂഹിക ജീവിയായ മനുഷ്യനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെ ആന്ത്രപ്പോളജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അടിസ്ഥാനമിട്ട ഘടകങ്ങളായിട്ട് പറയപ്പെടുന്നു. ആൻഡ് 16th century AD, some of these scholars include തോമസ് ഹോബ്സ് ആൻഡ് മക്കിയവേൽ. അതിനുശേഷം വന്നിട്ടുള്ള 16ാമത്തെ നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ആന്ത്രപ്പോളജിയിലേക്ക് പ്രധാനമായും കോൺട്രിബ്യൂട്ട് ചെയ്തവരായിരുന്നു തോമസ് ഹോബ്സും അതോടൊപ്പം തന്നെ മക്കിയവേലിയും. Significant contributions of Ibn Khaldun in 14th century AD. അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന സോഷ്യൽ ആന്ത്രപ്പോളജിക്ക് അല്ലെങ്കിൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഒരു ശാഖയ്ക്ക് അടിസ്ഥാനമിടുന്നതിന് സഹായകമായിട്ടുള്ള മറ്റൊരാളായിരുന്നു ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഐബൻ ഖൽദൂൺ എന്ന് പറയുന്നത്. ഐബൻ ഖൽദൂണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള സാമൂഹിക വീക്ഷണങ്ങളും ആന്ത്രപ്പോളജിയുടെ വളരെയധികം ആന്ത്രപ്പോളജിയുടെ ഡെവലപ്മെന്റിന് സഹായകമായി. അടുത്തത്, ഇനി നമ്മൾ ഈ സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ ഡെവലപ്മെന്റിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ഫേസസ് ആയിട്ടാണ് ഈ ഡെവലപ്മെന്റ്സ് നടന്നിട്ടുള്ളത്. ഇപ്പൊ പ്രധാനമായും 2 ഫേസുകളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആദ്യത്തെ ഫേസ് ഓഫ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 18th century AD, after the experiences and influences of Renaissance in Europe, many eminent philosophers who have made immense contribution to understand of society, including Rousseau, വിക്കോ ആൻഡ് ബെറോണോ ഡി മൊണ്ടേസ്ക്യൂ ആൻഡ് ജോൺ ലോക്ക്. അതായത് ഒരു 19ാമത്തെ നൂറ്റാണ്ട് നോക്കിക്കഴിഞ്ഞാൽ, 19ാമത്തെ നൂറ്റാണ്ടിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ റൊണൈസൻ പീരീഡുകളുടെ ഒരു എഫക്ട്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കാണാനായിട്ട് സാധിക്കുമായിരുന്നു യൂറോപ്പിൽ. അപ്പൊ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഫിലോസഫേഴ്സും ആ സമയങ്ങളിൽ സമൂഹത്തെ പല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിച്ചു.
അതായത് റിനൈസൻസ് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ റിനൈസൻസിന്റെ ഇൻഫ്ലുവൻസ് സൊസൈറ്റിയിലുള്ള ഒരു സമയമായിരുന്നു. ആ സമയത്താണ് എമിനന്റ് ഫിലോസഫർ ആയിട്ടുള്ള റൂസോയും മൊണ്ടേസ്കിയും അതോടൊപ്പം തന്നെ ജോൺ ലോക്ക് പോലുള്ള ഫിലോസഫേഴ്സ് എന്ത് ചെയ്തു, സമൂഹത്തെ പറ്റി പഠനങ്ങൾ നടത്തുന്നതിന് കുറെ ഇനീഷ്യേറ്റീവ്സ് ഇട്ടു. Early work of them made a foundation to discipline like sociology and anthropology. അപ്പോ ഈ പറയുന്ന ആളുകളുടെ വർക്കുകൾ എന്തിലേക്കാണ് നയിക്കപ്പെട്ടത്? അവര് സമൂഹത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോ ഈ ഒരു സമൂഹത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രപ്പോളജി അല്ലെങ്കിൽ ആന്ത്രപ്പോളജി പോലുള്ള സബ്ജക്റ്റുകളുടെ എമർജൻസിലേക്ക് അത് നയിക്കപ്പെട്ടു. The development of anthropology and social science, which makes the departure to the earlier philosophical and historical studies, come in two phases. അതായത് ഈ പറയുന്ന രണ്ട് സയൻസുകളെയും എടുത്തു കഴിഞ്ഞാലും സോഷ്യൽ സയൻസുകളെയും എടുത്തു കഴിഞ്ഞാലും ഇത് രണ്ടിന്റെയും തന്നെ ഒരു ഉദയം എന്ന് പറയപ്പെടുന്നത് അതിൽ ഫിലോസഫിക്കലും ഹിസ്റ്റോറിക്കലും ആയിട്ടുള്ള പലതരത്തിലുള്ള ഫേസസും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. The first phase is philosophers, scientists succeeded in separating the study of men, society and civilization from history and thereby formulated a general science. അതായത് ആദ്യത്തെ ഫേസിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് എന്താണ് ചെയ്തതെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫേസിൽ ഇങ്ങനെയാണ്, ഫിലോസഫേഴ്സ് എന്ത് ചെയ്തു, അവർ ഇത്തരത്തില് മനുഷ്യനെയും സമൂഹത്തെയും അല്ലെങ്കിൽ സിവിലൈസേഷൻ ഒക്കെ തന്നെ ഹിസ്റ്ററിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് ചരിത്രത്തിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ആ ഒരു പ്രക്രിയയിൽ നിന്ന്, അപ്പോ ചരിത്രം എന്ന് പറയുന്ന ഒരു വിഷയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇതിനെ പറ്റിയിട്ടെല്ലാം പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ ആ ഒരു സമൂഹത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങില് അല്ലെങ്കിൽ അവരുടെ ഒരു സമൂഹ ജീവി എന്ന് പറയുന്ന മനുഷ്യനെയും സമൂഹത്തെയും കൂട്ടി നിർത്തിക്കൊണ്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഇതിനെ മാറ്റി നിർത്തുന്ന ആ ഒരു അവസരത്തിലാണ് ഈ പറയുന്ന സോഷ്യൽ സയൻസുകളുടെ എമർജൻസ് അവിടെ ഉണ്ടായത്. The problem of its earlier association and the nature of anthropologies are such that E.V. Ivan Pritchard, even in the mid-20th century, had to grapple with the situation in Britain, anthropology, particularly anthropology. അതായത് അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു എമർജൻസിന് റീസൺ ആയിട്ട് പറയുന്നതാണ് 20th സെഞ്ചുറീസില് ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിറ്റുവേഷൻസ് ഇൻ ബ്രിട്ടനിൽ, അതായത് ആ ഒരു ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ തന്നെ ഇത്തരത്തില് ആന്ത്രപ്പോളജിയിലെ ഒരു എമർജൻസിലേക്ക് നയിച്ചവയാണ്. അപ്പോ ഇതില് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ആന്ത്രപ്പോളജിയുടെ ഒരു എമർജൻസിന് കാരണമായി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഇവാൻ പ്രിറ്റ്സാർഡ് എന്ന് പറയുന്നത്. അടുത്തത് ഇനി സെക്കൻഡ് ഫേസ് ഓഫ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് സാധ്യമായത് നോക്കാം. അതായത് ദ ട്രാൻസിഷൻസ് ഇൻ ദ നാച്ചുറൽ സയൻസ് ഫ്രം ദി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം മോഡൽ ടു ദി ഡൈനാമിക് മോഡൽ. അതായത് ഈ പറയുന്ന സോഷ്യൽ ആന്ത്രപ്പോളജി അല്ലെങ്കിൽ ആന്ത്രപ്പോളജി പോലുള്ള സബ്ജക്റ്റുകളുടെ എമർജൻസിന്റെ മറ്റൊരു കാരണം അല്ലെങ്കിൽ മറ്റൊരു ഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു, നാച്ചുറൽ സയൻസുകളുടെ ഒരു ട്രാൻസിഷൻ ആയിരുന്നു. അതായത് നാച്ചുറൽ സയൻസുകൾ പൊതുവെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറയുകയായിരുന്നു. അതായത് നിലനിൽക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു അല്ലെങ്കിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പഠിക്കുക എന്നതായിരുന്നു. എന്നാൽ അതിൽ നിന്ന് അതൊരു ഡൈനാമിക് മോഡിലേക്ക് പോകുമ്പോഴാണ് അവിടെ ഒരു ആന്ത്രപ്പോളജിയുടെയും സോഷ്യോളജിയുടെയും സ്കോപ്പ് ഉണ്ടാവുന്നത്. അതായത് നിലനിൽക്കുന്നവയും അതിലുണ്ടാകുന്ന ചേഞ്ചസും അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള കാര്യങ്ങളെ പഠിക്കുന്നവ അല്ലെങ്കിൽ ഒരു മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ അവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഒരു സെക്കൻഡ് ഫേസിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇതായിരുന്നു, ഇൻട്രൊഡക്ഷൻ ഓഫ് തെർമോഡൈനാമിക് ആൻഡ് ഡാർവീനിയൻ എവല്യൂഷണറി തിയറീസ്. അതോടൊപ്പം തന്നെ വന്നിട്ടുള്ള മറ്റ് ഒരു ഘടകങ്ങൾ എന്ന് പറയുന്നതാണ് തെർമോഡൈനാമിക് പോലുള്ള അല്ലെങ്കിൽ ഡാർവീനിയൻ എവല്യൂഷണറി തിയറികൾ ഒക്കെ തന്നെ എന്തിലേക്ക് വരികയുണ്ടായി, ആന്ത്രപ്പോളജി എന്ന് പറയപ്പെടുന്ന സബ്ജക്റ്റിന്റെ എമർജൻസിന് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തു. In 1816, an attempt made in integrating the diverse field of anthropology into the general field of anthropology. അപ്പൊ 1860കളിലേക്ക് പോലും എന്താ സംഭവിച്ചത്, വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള ആന്ത്രപ്പോളജിയുടെ ഫീൽഡുകൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ കൂടി ചേർത്ത് കൊണ്ടിട്ട് ഒരു ജനറൽ ഫീൽഡ് ഓഫ് ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു. അതായത് in 1817 യൂണിഫൈയിങ് physical anthropology, prehistory and ethnology into anthropology. അതായത് ഈ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ഒരു വലിയ ഡിസിപ്ലിൻ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. പകരം എങ്ങനെയായിരുന്നു, പല രീതിയിൽ, അതായത് അങ്ങനെ ഉണ്ടെങ്കിലും അതിന് അല്ലാതെ അതായത് ഇങ്ങനെ സബ് ഡിസിപ്ലിൻസ് കുറെ ആയിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ ആണ് ഫിസിക്കൽ ആന്ത്രപ്പോളജി, പ്രീ ഹിസ്റ്ററി ആന്ത്രപ്പോളജി, എത്നോളജി എന്ന് പറയും. പ്രീ ഹിസ്റ്ററി ആൻഡ് എത്നോളജി എന്ന് പറയുന്ന പല കാര്യങ്ങളായിരുന്നു, പല ശാഖകളായിരുന്നു.
അപ്പൊ ഇവയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടിട്ട് ഒരു ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനിലേക്ക് പോകണം എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു തോട്ട് 1870-കളിൽ വരാൻ തുടങ്ങി. അപ്പൊ അതായത് ഇപ്പൊ പറയുന്ന ഫിസിക്കൽ ആന്ത്രപ്പോളജിയിൽ അല്ലെങ്കിൽ പ്രീ ഹിസ്റ്ററിയിലൊക്കെ പറയുന്നത് തന്നെ അവിടെ ഒരു ചരിത്രവും അതോടൊപ്പം തന്നെ ഒരു ആന്ത്രപ്പോളജിക്കൽ ആയിട്ടുള്ള എലമെന്റുകൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താതെ ഈ പറയുന്ന പല എലമെന്റുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു വലിയ ഫീൽഡ് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ തീരുമാനം 1870-കളിൽ നടക്കാൻ തുടങ്ങി. This period marked the emergence of anthropology into academic discipline. അപ്പോൾ ഇതാണ് എന്തിലേക്ക് നയിച്ചത്? ആന്ത്രപ്പോളജിനെ ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് ഉയരുന്നതിന് കാരണമായത്. ഇൻസ്പിറേഷൻ ഓഫ് ദി triumphs of the scientific methods in the physical and organic domain, 19th century anthropologists believed that social cultural phenomena were discovered lawful principles. അതായത് ഫിസിക്കൽ ആൻഡ് ഓർഗാനിക് ഡൊമൈൻസിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റഡീസ് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ, സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചുകൾ ഇതിനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഫിസിക്കൽ സയൻസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ ഒരു കൈൻഡ് ഓഫ് മെത്തഡോളജി എന്ന് പറയുന്നത് സയന്റിഫിക് ആയിട്ടുള്ള മെത്തഡോളജീസ് ആയിരുന്നു. ശാസ്ത്രീയപരമായിട്ടുള്ള നിരീക്ഷണങ്ങളായിരുന്നു ഈ മേഖലകളെല്ലാം നടത്തിയത്. അപ്പൊ ഈ പറയുന്ന ശാസ്ത്രീയ നിരീക്ഷണം എന്തുകൊണ്ട് സാമൂഹികപരമായിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറലി ആയിട്ടുള്ള ഫിനോമിനാസിലേക്ക്, പ്രതിഭാസങ്ങളിലേക്ക് കൊണ്ടുവന്നുകൂടാ എന്നുള്ള ഒരു തോട്ടിൽ നിന്നുകൊണ്ടൊക്കെ ആയിരുന്നു ഈ ആന്ത്രപ്പോളജിസ്റ്റുകളുടെ അല്ലെങ്കിൽ ആന്ത്രപ്പോളജി അവിടെ നിന്നിട്ടാണ് അതിന്റെ ഗ്രോത്തിന്റെ സ്റ്റേജിലേക്ക് എത്താനായിട്ട് തുടങ്ങിയത്. അതായത് ആന്ത്രപ്പോളജിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നത് സാമൂഹികവും അതോടൊപ്പം തന്നെ കൾച്ചറലി ആയിട്ടുള്ള കുറെ ഫിനോമിനാസ് എന്ന് പറയുന്നത് ഡിസ്കവേബിൾ ലോഫുൾ പ്രിൻസിപ്പിൾസ്, അതായത് ഇവയൊക്കെ തന്നെ ഒരു ലോഫുൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അവിടെ ഡിസ്കവർ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. The significant factors for the emergence of the discipline is, however, attributed to the various intellectual and social political changes taking place in the 18th and 19th century. അതോടൊപ്പം തന്നെ 18-19 നൂറ്റാണ്ടുകൾ എടുത്തു നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാമൂഹിക രാഷ്ട്രീയപരമായിട്ടുള്ള പല മാറ്റങ്ങളും എന്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട്? ആന്ത്രപ്പോളജി എന്ന് പറയപ്പെടുന്ന ഒരു ഡിസിപ്ലിന്റെ എമർജൻസിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ആക്കി മാറ്റുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഫ്രെഡ് വോഗട്ട് situate the emergence of social cultural anthropology from the root of emergence of the social science. അതായത് ഫ്രെഡ് ഡബ്ല്യു വോഗട്ട് പറയുന്നത് ഇങ്ങനെയാണ്: സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ ആന്ത്രപ്പോളജിയുടെ ഒരു എമർജൻസി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് എവിടെയാണ് തുടങ്ങുന്നത്? സോഷ്യൽ സയൻസുകളിലാണെന്ന് പറയാം. 18th century progressiveness laid the foundation for the new discipline, a generalized social science. അങ്ങനെ 18ാമത്തെ നൂറ്റാണ്ടിലേക്ക് വന്നപ്പോ പ്രോഗ്രസീവ്നെസ് എന്ത് ചെയ്തത്? ഇത്തരത്തിലുള്ള ഒരു ന്യൂ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ജനറൽ സോഷ്യൽ സയൻസുകളുടെ എമർജൻസിന് വഴിതെളിച്ചു. പിന്നീട് പലതരത്തിലുള്ള പ്രോഗ്രസീവിസ്റ്റുകളുടെ ഒരു കണ്ടെത്തലുകളിൽ അല്ലെങ്കിൽ അവര് ഇഗ്നോർ ചെയ്ത മറ്റൊരു ഫാക്ട് ആയിരുന്നു കളക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫാക്ടുകൾ. അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫാക്ടുകളിൽ നിന്ന് അവര് ഇഗ്നോർ ചെയ്യാനായിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ the convergence of specializations like perihistory, physical anthropology, linguistics that generated the differentiation of anthropology from general social science space. അതായത് ഈ ഇതിനകത്ത് തന്നെയുള്ള ആന്ത്രപ്പോളജിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള ബ്രാഞ്ചസ് അവിടെ ഉണ്ടായിരുന്നു അല്ലെ, പെരിഹിസ്റ്ററിയും ഫിസിക്കൽ ആന്ത്രപ്പോളജീസ് ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഇവയുടെ ഒക്കെ തന്നെ നിലനിൽപ്പ് എന്ത് ചെയ്തിരുന്നു? ഈ ജനറൽ സോഷ്യൽ സയൻസിൽ നിന്ന് ആന്ത്രപ്പോളജിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. And Marvin Harris, a historian of anthropological development, also viewed that anthropology began as a science of history. അതായത് മാർവിൻ ഹാരിസ് ഒക്കെ പറയുന്നത് ഇങ്ങനെയാണ്: ആന്ത്രപ്പോളജി എന്ന് പറയപ്പെടുന്നത് എന്താണെന്ന് പറയുന്നത് അത് ഒരു ചരിത്രത്തിന്റെ സയൻസിന്റെ ഒരു ബിഗിനിങ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ചരിത്രത്തെ നമ്മൾ ഒരു സയൻസിനെ രീതിയിൽ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള അതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആയിരുന്നു ഇതായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി എമർജൻസ് ഓഫ് മോഡേൺ സോഷ്യൽ ആന്ത്രപ്പോളജി എങ്ങനെയെന്ന് നോക്കാം. അതായത് മോഡേൺ സോഷ്യൽ ആന്ത്രപ്പോളജി എങ്ങനെയാണ് പിന്നീട് എമർജ് ചെയ്യപ്പെട്ടത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് രണ്ടാളുകളെയാണ് നമ്മൾ പറയേണ്ടത്. ഒന്നാമതായി ബ്രോണിസ്ലോ മെലിനോസ്കിയും രണ്ടാമതായി AR റാഡ്ക്ലിഫ് ബ്രൗൺ. ദെൻ അതിനോടൊപ്പം തന്നെ വരുന്ന മറ്റൊന്നാണ് മാർഷൽ മോസസ് എന്ന് പറയും. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ബ്രോണിസ്ലോ മെലിനോസ്കിയും AR റാഡ്ക്ലിഫ് ബ്രൗണും ആണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം ബ്രോണിസ്ലോ മെലിനോസ്കിയിലേക്ക് നമുക്ക് നോക്കാം. ബ്രോണിസ്ലോ മെലിനോസ്കി ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് വെൽ നോൺ സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ്. അതായത് അദ്ദേഹം എന്ന് പറയുന്നത് ആന്ത്രപ്പോളജിസ്റ്റുകളിൽ
ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരാളായിരുന്നു. ഫൗണ്ടർ ഓഫ് മോഡേൺ സോഷ്യൽ ആന്ത്രപ്പോളജി, അതായത് വെറും ആന്ത്രപ്പോളജിന്റെ അല്ല, മോഡേൺ വേർഷൻ ഓഫ് സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ ഫൗണ്ടർ ആയിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് എത്തനോഗ്രാഫിക് മെത്തേഡ് മെയിൻ കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ ആന്ത്രപ്പോളജി, അതായത് സോഷ്യൽ ആന്ത്രപ്പോളജിയിൽ ഒരു എത്തനോഗ്രാഫിക് ആയിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ എത്തനോഗ്രാഫിക് ആയിട്ടുള്ള മെത്തേഡിന് ആദ്യമായിട്ട് തുടക്കമിട്ടത് ബ്രോണിസ്ലോ മലിനോസ്കി ആയിരുന്നു. അതായത് അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്ത് ചെയ്ത് ഒരു വിഭാഗത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരോടൊപ്പമായിരുന്നു കൊണ്ട് അവരെ പഠിക്കുന്ന ഒരു രീതിയിലുള്ള, അതിനെയാണ് നമ്മൾ ഒരു എത്തനോഗ്രാഫിക് മെത്തേഡ് എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ എത്തനോഗ്രാഫിക് ആയിട്ടുള്ള മെത്തേഡ് ആദ്യമേ തന്നെ, അല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ, ബ്രോണിസ്ലോ മലിനോസ്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ സോഷ്യൽ ആന്ത്രപ്പോളജിയിലേക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഹി വാസ് എൻ ഫൗണ്ടർ ഓഫ് ദ തിയറി ഓഫ് ഫങ്ഷണലിസം. അതോടൊപ്പം തന്നെ അദ്ദേഹമാണ് ഫങ്ഷണലിസം തിയറിയുടെ ഫൗണ്ടർ ആയിട്ടാണ് പറയുക. ആൻഡ് ആർഗനൈറ്റ്സ് ഓഫ് ദ വെസ്റ്റേൺ പസഫിക് crime and customs in savage society, a scientific theory on culture and other essays. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രോമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സുകളായിട്ട് കണക്കാക്കപ്പെടുക. അതായത് സോഷ്യൽ ആന്ത്രപ്പോളജിയിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരാളാണ് മലിനോസ്കി എന്ന് പറയുന്നത്. അപ്പൊ മലിനോസ്കിയെ പറ്റിയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസും അദ്ദേഹത്തിന്റെ വർക്കുമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അടുത്തതാണ് AR റാഡ്ക്ലിഫ് ബ്രൗൺ. റാഡ്ക്ലിഫ് ബ്രൗൺ എന്ന് പറയുമ്പോൾ മറ്റൊരു ഫൗണ്ടർ ആണ്, അതായത് മോഡേൺ ആന്ത്രപ്പോളജിയുടെ മറ്റൊരു ഫൗണ്ടർ ആണ്. സ്ട്രക്ചറൽ ഫങ്ഷണലിസം ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർ ഐഡിയ എന്ന് പറയുന്നത്. His theory was developed with the conceptual idea of Emil Durkheim and his ethnographic field data and experience. അതായത് അദ്ദേഹത്തിന്റെ തിയറികളുടെ ഒരു വികസനം എന്ന് പറയുന്നത് എമിൽ ദർഖീമിന്റെ ഒരു കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ആശയം അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ എമിൽ ദർഖീം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എത്തനോഗ്രാഫിക് ഫീൽഡ് ഡേറ്റാസും എക്സ്പീരിയൻസും ഒക്കെ തന്നെ അദ്ദേഹത്തെ ഈ പറയുന്ന ആന്ത്രപ്പോളജിയിലേക്കും അല്ലെങ്കിൽ ആന്ത്രപ്പോളജിക്കൽ പഠനങ്ങളിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത ആശയങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളാണ് ദ ആൻഡമാൻ ഐലൻഡർ, എ സ്റ്റഡി ഇൻ സോഷ്യൽ ആന്ത്രപ്പോളജി ആൻഡ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഇൻ പ്രിമിറ്റീവ് സൊസൈറ്റി. ഇനിയും ഒത്തിരി വർക്കുകൾ ഉണ്ട്. പക്ഷെ ഈ മോഡേൺ സോഷ്യൽ ആന്ത്രപ്പോളജിയിലേക്ക് മോഡേൺ സോഷ്യൽ ആന്ത്രപ്പോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിസ്റ്റ് ആണ്, ആന്ത്രപ്പോളജിസ്റ്റ് ആണ് മാർഷൽ മോസ്. മാർഷൽ മോസ് എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിസ്റ്റുമാണ്, അതോടൊപ്പം തന്നെ ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആണ്. വെൽ നോൺ ഫോർ ഹിസ് കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. ഒരു എക്സ്ചേഞ്ചിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഒരു സാമൂഹിക ഘടനയെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങളായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടും കണക്കാക്കപ്പെടുന്നത്. അതായത് ഒരു കൈൻഡ് ഓഫ് കമ്പാരറ്റീവ് സ്റ്റഡി ആയിരുന്നു എക്സ്ചേഞ്ചിനെയും സോഷ്യൽ സ്ട്രക്ചറിനെയും പറ്റിയിട്ടുള്ള. And also he was an founder of the modern social anthropology in ഫ്രാൻസ്. ഫ്രാൻസിലെ മോഡേൺ സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ ഒരു സ്ഥാപകനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുക. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് 1922 ദ ഗിഫ്റ്റ് എന്ന് പറയുന്ന വർക്കായിരുന്നു. ഇനി അതോടൊപ്പം തന്നെ വരുന്ന മറ്റ് മോഡേൺ സോഷ്യൽ ആന്ത്രപ്പോളജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആന്ത്രപ്പോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന ഒരാളാണ് ലെവി സ്ട്രോസ്. ഇനി ലെവി സ്ട്രോസിനെ നോക്കാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ന് പറയുന്നത് സ്ട്രക്ചറലിസത്തിന്റെയും സ്ട്രക്ചറൽ ആന്ത്രപ്പോളജിയുടെ ഒക്കെ ഫൗണ്ടർ ആയിട്ടാണ് അറിയപ്പെടുക. അതായത് സ്ട്രക്ചറലിസം തിയറികള്, സ്ട്രക്ചറലിസം ആന്ത്രപ്പോളജിക്കൽ തിയറീസിന്റെ ഒക്കെ തന്നെ ഫൗണ്ടർ ആയിട്ടാണ് ലെവി സ്ട്രോസിനെ അറിയപ്പെടുക. ആൻഡ് ഓൾസോ ഹി വാസ് എൻ ഇൻഫ്ലുവൻഷ്യൽ തിങ്കേഴ്സ് ഓഫ് 20th century on the subject of myth, culture, religion and social organization. അതായത് 20ാം നൂറ്റാണ്ടിൽ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം എന്ന് പറയപ്പെടുന്നത് വളരെയധികം ആന്ത്രപ്പോളജിയിലും ഫേമസ് ആയി നിലനിൽക്കുന്ന ഒരാളായിരുന്നു, ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഏരിയ ഓഫ് സബ്ജക്ട് അല്ലെങ്കിൽ ഏരിയ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് മിത്ത്, കൾച്ചർ, റിലീജിയൻ, സോഷ്യൽ ഓർഗനൈസേഷൻ എന്നിവയൊക്കെയാണ്. ഇനി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വർക്കുകളായിട്ട് പറയുന്നതാണ് ദ എലമെന്ററി സ്ട്രക്ചർ ഓഫ് കിൻഷിപ്പ്, ദെൻ ട്രിസെറ്റ്സ്, ട്രോപ്പിക്യൂസ് ആൻഡ് സ്ട്രക്ചറൽ ആന്ത്രപ്പോളജി. ഈ മൂന്നുമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആന്ത്രപ്പോളജിക്കൽ വർക്കുകളായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഇതിൽ പ്രധാനമായിട്ടും 4 സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഈ പറയുന്ന മലിനോസ്കിയും റാഡ്ക്ലിഫ് ബ്രൗണും മാർഷൽ മോസും ലെവി സ്ട്രോസും, ഈ 4 പേരും അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരാണ്.
ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ റാഡ്ക്ലിഫ് ബ്രൗണിനെയും അതോടൊപ്പം തന്നെ മലിനോസ്കിനെയാണ്. അതിനർത്ഥം മറ്റു രണ്ടുപേരെ വിട്ട് കളയണമെന്നല്ല, പക്ഷെ അവരുടെ പഠനങ്ങളായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പഠനങ്ങൾ അത്രമേൽ അതില് അവർ പ്രാരംഭ ഘട്ടത്തിൽ അത്രയും കോൺട്രിബ്യൂഷൻസ് നടത്തിയിരുന്നു സോഷ്യൽ ആന്ത്രപ്പോളജിയിലേക്ക്. ആൻഡ് ദ എമർജൻസ് ഓഫ് ആന്ത്രപ്പോളജി as well as a discipline can also reckoned through the formation of professional association. അതായത് പ്രൊഫഷണൽ അസോസിയേഷനുകൾ ആരംഭിച്ചത് എന്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു? ഒരു സോഷ്യൽ ആന്ത്രപ്പോളജി അല്ലെങ്കിൽ ആന്ത്രപ്പോളജികളുടെ എമർജൻസിന്റെ ഒരു വലിയ റീസൺസ് ആയിട്ട് നമുക്ക് പറയാം. ആൻഡ് അബോർജിൻസ് പ്രൊട്ടക്ഷൻ സൊസൈറ്റീസ് Aborigines Protection Society in 1837 was the first anthropological association to be established. 1837 the Aborigines Protection Society ആയിരുന്നു ആദ്യമായിട്ടുള്ള ആന്ത്രപ്പോളജിക്കൽ അസോസിയേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ദ അമേരിക്കൻ ആന്ത്രപ്പോളജിക്കൽ അസോസിയേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1902. അതിനുശേഷം 1902 ഒരു അമേരിക്കൻ ആന്ത്രപ്പോളജിക്കൽ അസോസിയേഷൻ ഡെവലപ്പ് ആവുകയുണ്ടായി. ആൻഡ് ദ അമേരിക്കൻ അസോസിയേഷൻ ഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് റെക്കഗ്നൈസ്ഡ് എത്നോളജി ഇൻ 1851 ആൻഡ് അസൈൻഡ് ആസ് എ സെപ്പറേറ്റ് സെക്ഷൻ ഫോർ ആന്ത്രപ്പോളജി ഇൻ 1882. അതായത് പിന്നീട് എന്താ സംഭവിച്ചത്? 1902 ദ അമേരിക്കൻ ആന്ത്രപ്പോളജിക്കൽ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന് മുന്നേ എന്തായിരുന്നു? ദ അമേരിക്കൻ അസോസിയേഷൻ ഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് റെക്കഗ്നൈസ്ഡ് എത്നോളജി. അതായത് ആ ഒരു പറയുന്ന അമേരിക്കൻ അസോസിയേഷൻ ഓഫ് അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് എന്ന് പറയുന്ന ഈ ഒരു അസോസിയേഷൻ 1851 വന്നു. പിന്നീട് 1882 വന്നപ്പോൾ അതൊരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിട്ട് അവിടെ മാറ്റം ചെയ്യപ്പെട്ടു. Anthropology was recognized by the British Association for the Advancement of Sciences in 1846 and was accorded a separate department. ഇങ്ങനെ 1846 ബ്രിട്ടീഷ് അസോസിയേഷൻസ് ഇത്തരത്തിലുള്ള ഒരു ഈ പറയുന്ന ആന്ത്രപ്പോളജീനെ അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ട് നിലനിർത്തുന്നതിന്റെ ഒരു ആവശ്യകതയെ പറ്റിയിട്ടൊക്കെ ആലോചിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ 1884 എത്തുമ്പോഴാണ് ഇതൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറ്റം ചെയ്യപ്പെട്ടത്. ആൻഡ് ആന്ത്രപ്പോളജിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ കം ഇൻ ടു ബീയിങ് ഇൻ 1863. 1863 ആന്ത്രപ്പോളജിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ വരികയുണ്ടായി. And this and the other ethnological society of London were merged to form the Anthropological Institute of Great Britain in Ireland in 1871. പിന്നീട് പറയുന്ന പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള എത്നോളജിക്കൽ സൊസൈറ്റീസ് ഓഫ് ലണ്ടൻസ് എന്ത് ചെയ്തു? ഒരുമിച്ചാക്കപ്പെടുകയും 1871 വരുമ്പോൾ ഒരു ആന്ത്രപ്പോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ് എന്ന് പറയുന്ന വലിയൊരു ഫോം ആയിട്ട് അത് മാറ്റം ചെയ്യപ്പെട്ടു. ആൻഡ് ആന്ത്രപ്പോളജിക്കൽ സൊസൈറ്റി ഓഫ് ബോംബെ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1886 ഇതൊക്കെ കുറെ ഫാക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡേറ്റ് ഇയർ വൈസ് വരുന്ന സാധനങ്ങളും അതിന്റെ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അസോസിയേഷൻസുകളാണ്. അപ്പൊ അതിനെ നല്ല വൃത്തിയിൽ ആ ഒരു ഇയർ ഓർത്ത് വെച്ച് പഠിക്കുക. അതിന്റെ എമർജൻസിൽ നയിച്ച അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഗ്രോത്തിന് നയിച്ച ആന്ത്രപ്പോളജിയുടെ ഗ്രോത്തിന് നയിച്ച പ്രധാനപ്പെട്ട അസോസിയേഷൻസ് ആണ് ഈ പറയുന്നവ. The generally recognized anthropological works in India were written by British administrators. അതായത് നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആന്ത്രപ്പോളജിക്കൽ വർക്കുകളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ വർക്കുകളാണ് നമ്മൾ ആന്ത്രപ്പോളജിക്കൽ വർക്ക്സുകളായിട്ട് ഇന്ത്യയിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതിൽ വരുന്നവയാണ് പ്ലുണ്ട് ആൻഡ് ക്രൂക്ക് ആൻഡ് ഡാൽട്ടൺ, ഗ്രേർസൺസ് ആൻഡ് ഇബേഴ്സ്റ്റൺ, Mills, Nesfield, O'Malley, Risley, Russell, Sennett, and Thurston's, and the administrator turned academician and J.H. Hutton in the later half of the 19th century. പിന്നീട് അപ്പോൾ ഈ പറയുന്ന ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പേരുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് എന്താ പറയാ, അതിൽ ഒരു 2-3 പേരെങ്കിലും നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്? ഈ പറയുന്ന ഇന്ത്യയിലെ ആന്ത്രപ്പോളജിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റഡീസിന്റെ ഒരു വർക്കിന്റെ ഒരു എന്താ പറയാ, ആ ഒരു വർക്കിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആന്ത്രപ്പോളജിക്കൽ വർക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവരുടെ വർക്കുകളിലൂടെയാണ് അത് കാണാനായിട്ട്, അല്ലെങ്കിൽ ഇവരുടെ വർക്കുകളിലൂടെയാണ് നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഈ പറയുന്ന റാഡ്ക്ലിഫ് ബ്രൗണും മലിനോസ്കിയും പോലെ തന്നെ ഇത്തരത്തില് സോഷ്യൽ ആന്ത്രപ്പോളജിയിലെ പ്രധാനപ്പെട്ട പിൻഗാമികളായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു സോഷ്യൽ ആന്ത്രപ്പോളജിയിൽ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് നടത്തിയവരെയാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. അതിൽ വരുന്നതാണ് ലെവിസ് ഹെൻറി മോർട്ടൺ, ജോൺ ഫെർഗൂസൺ മക്ലെനൻ, അഡോൾഫ് ബാസ്റ്റിയൻ, ആൻഡ് സർ എഡ്വേർഡ് ബുർനെറ്റ് ടൈലർ,
then ഫ്രാൻസ് ബോവാസ്, സർ ജെയിംസ് ജോർജ് ഫ്രേസർ ആൻഡ് WHR റിവേഴ്സ്. അതായത് ഈ പറയുന്നവരൊക്കെ തന്നെ എന്ത് ചെയ്തതാണ്, ഇത്തരത്തില് സോഷ്യൽ ആന്ത്രപ്പോളജിയിൽ വലിയ കോൺട്രിബ്യൂഷൻസ് നടത്തിയവരായിരുന്നു. ഫ്രാൻസ് ബോവാസിനെയും സർ ജെയിംസ് ജോർജ് ഫ്രൈസറിനെയും ഒക്കെ തന്നെ ഫോളോ ചെയ്തിട്ടായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആന്ത്രപ്പോളജിസ്റ്റുകൾ അവിടെ വന്നത്. And the important contributions of the Henry Lewis Morgan to the development of social anthropology are among other his study on kinship system, from which he developed the evolutionary stages of society. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹെൻറി ലേവിസ് മോർഗനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പഠനങ്ങളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ എന്ന് പറയുന്നത് കിൻഷിപ്പിനെ പറ്റിയിട്ടായിരുന്നു, കിൻഷിപ്പ് സിസ്റ്റത്തിനെ പറ്റിയിട്ടായിരുന്നു. അതിലൂടെ ഈ ഒരു കിൻഷിപ്പ് സിസ്റ്റത്തെ പഠിച്ചപ്പോഴത്തേക്കും അവിടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു സൊസൈറ്റിയുടെ എവല്യൂഷൻ എന്തായിരുന്നു എന്നുള്ള ഒരു ഐഡിയ അവിടെ ഉണ്ടാവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ഐഡിയ അവിടെ ഡെവലപ്പായി. അപ്പോ ഈ ഒരു ഐഡിയാസ് ഒക്കെ തന്നെ എന്തിലേക്ക് നയിച്ചിരുന്നു, സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ ഡെവലപ്മെന്റ്സിലേക്ക് നയിച്ചവയാണ്. നമ്മൾ ഈ പേര് കാണുമ്പോൾ അവരുടെ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇപ്പൊ ലെവിസ് ഹെൻറി മോർഗന്റെ ഒപ്പം തന്നെ ഒരു ഇയർ കൊടുത്തിട്ടുണ്ട്. ആ ഇയർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജനനം ടു മരണം, ഡെത്ത്, ആ ഒരു ഇയർ ആണ് കൊടുത്തിരിക്കുന്നത്. His important work include system of consanguinity and affinity of the human family and the ancient society. പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ ഹെൻറി ലെവിസ് മോർഗന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് സിസ്റ്റം ഓഫ് consanguinity and affinity of the human family ആൻഡ് ഏൻഷ്യൻ സൊസൈറ്റി. അതിൽ ആ ഒരു ബുക്കിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് സിസ്റ്റം ഓഫ് കോൺസാഗ്യുനിറ്റി എന്ന് തുടങ്ങിയിട്ടാണ്. അതവിടെ റെഡ് ഇതാവാത്തതാണ്, പക്ഷെ അവിടെ നിന്നാണ് ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. Then ഫെർഗൂസൺ മെക്ലെനൻ എ സ്കോട്ടിഷ് എത്നോളജിസ്റ്റ്, അദ്ദേഹം ഒരു സ്കോട്ടിഷ് എത്നോളജിസ്റ്റ് ആണ്. മെയിൻ കോൺട്രിബ്യൂഷൻ ടു ദി ഡെവലപ്മെന്റ്സ് ഓഫ് സോഷ്യൽ ആന്ത്രപ്പോളജി വാസ് ദ സ്റ്റഡി ഓഫ് കസ്റ്റം ബേസ്ഡ് ഓൺ മാരേജ് സിസ്റ്റം. അതായത് മാരേജ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന കസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രീ ലിറ്ററേറ്റ് ആയിട്ടുള്ള സമൂഹത്തില് അപ്പൊ ആ ഒരു പഠനങ്ങളായിരുന്നു സോഷ്യൽ ആന്ത്രപ്പോളജിയിൽ വളരെയധികം എന്ത് ചെയ്തു, കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ടായി. ആൻഡ് ഇൻ ഹിസ് ബുക്ക് പ്രിമിറ്റീവ് മാരേജ്, അതും അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അതായത് ഈ പറയുന്ന പ്രിമിറ്റീവ് മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലായിരുന്നു, അല്ലെങ്കിൽ ആ പുസ്തകത്തിലായിരുന്നു അദ്ദേഹം മാരേജുകളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള കസ്റ്റംസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒരു മാരേജ് എന്ന് പറയുന്ന സമ്പ്രദായം എങ്ങനെയാണ് പ്രീ ലിറ്ററേറ്റ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്, ആ ഒരു പഠനമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കോർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പഠനം സോഷ്യൽ ആന്ത്രപ്പോളജിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകിയ ഒന്നായിരുന്നു. അപ്പോ അത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന പ്രിമിറ്റീവ് മാരേജ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയായിരുന്നു. അടുത്തത് John Ferguson McLuhan, a Scottish ethnologist, among others, made significant contribution to understanding of primitive marriage system, law, totemism and kinship. Then പിന്നീട് വരുന്ന ഒരു പൈനിയർ ആയിട്ടുള്ള ജോൺ ഫെർഗൂസൺ മക്ലെനൻ ഒരു സ്കോട്ടിഷ് എത്നോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പഠനങ്ങളില് അല്ലെങ്കിൽ അദ്ദേഹം പ്രധാനമായിട്ടും സോഷ്യൽ ആന്ത്രപ്പോളജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് പ്രിമിറ്റീവ് ആയിട്ടുള്ള മാരേജ് സിസ്റ്റം, ലോ, ടോട്ടമിസം, കിൻഷിപ്പ് എന്നുപോലുള്ള ഐഡിയകളൊക്കെ ആയിരുന്നു. അപ്പൊ ഇവയെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ സോഷ്യൽ ആന്ത്രപ്പോളജിയിൽ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒന്നായിരുന്നു. His main anthropological works are primitive marriage, an inquiry into the origin of form often captured in marriage ceremonies, in which he also introduced the new term such as exogamy, endogamy. ഇതൊക്കെ നമ്മൾ എക്സോഗമി, എൻഡോഗമി നമ്മൾ ആദ്യം ഫസ്റ്റത്തെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ വേറൊരു പേപ്പറിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. നിങ്ങളപ്പോ അത് പഠിച്ചു കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ മാരേജിൽ തന്നെ വന്നിട്ടുള്ള എക്സോഗമി, എൻഡോഗമി എന്ന് പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ തന്നെ നമ്മളുടെ ഈ പറയുന്ന ജോൺ ഫെർഗൂസൺ മക്ലെനൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പഠനങ്ങളുടെ ഫലമായിട്ട് വന്നിട്ടുള്ള ടേംസുകളായിരുന്നു. ആൻഡ് ദ പാട്രിയാർക്കിക്കൽ തിയറി ആൻഡ് ദ സ്റ്റഡീസ് ഇൻ ഏൻഷ്യൻ ഹിസ്റ്ററി, അതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളായിരുന്നു. ആൻഡ് അഡോൾഫ് ബാസ്റ്റിൻസ്, എ മെഡിക്കൽ ടേൺഡ് എത്നോളജിസ്റ്റ്, ഓൾസോ ആന്ത്രപ്പോളജിസ്റ്റ്, ഇസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് ജർമ്മൻ ആന്ത്രപ്പോളജി. ജർമ്മൻ ആന്ത്രപ്പോളജിയുടെ ഫാദർ എന്ന് അറിയപ്പെടുന്നതായിരുന്നു അഡോൾഫ് ബാസ്റ്റിൻ. His well-known book appeared as the 3-volume treatise Der Mensch in der Gegenwart. അതായത് അതൊരു കൈൻഡ് ഓഫ് ഇംഗ്ലീഷ് വേർഡ് അല്ല, അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു അതായത് മെയിൻ ഹിസ്റ്ററി എന്ന് പറയുന്ന 1860 ഒരു ഇപ്പോ
ഈ പറയുന്ന ആ ഒരു വർക്ക് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ടേം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പറയുന്ന വർക്കുകളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് അതിൽ പറയുന്നത് എന്താണ്, വിച്ച് പ്രൊമോട്ടഡ് ദ വ്യൂസ് ഓൺ ഹ്യൂമൻ സൈക്കോളജി ഇൻ കൾച്ചറൽ ഹിസ്റ്ററി ദാറ്റ് ഷെയർ ദ ലിറ്റിൽ കോമൺ ഗ്രൗണ്ട് വിത്ത് ദി എവല്യൂഷനിസ്റ്റ് ഹു സ്റ്റഡീഡ് എ യൂണിവേഴ്സൽ മൂവ്മെന്റ് ആൻഡ് ഇഗ്നോർഡ് ദ കോൺക്രീറ്റ് ഇവന്റ്സ് ഓഫ് ദ കൾച്ചറൽ ഹിസ്റ്ററി. അപ്പൊ അവിടെ നടത്തുന്നത് ഒരു ഹ്യൂമൻ സൈക്കോളജിയെയും അല്ലെങ്കിൽ കൾച്ചറൽ ഹിസ്റ്ററിയെയും തമ്മിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുക, ഒരു കോമൺ ഗ്രൗണ്ട് അതിലുണ്ട്, അല്ലെങ്കിൽ അതിൽ കോമൺ ആയി പറയുന്ന ചില എലമെന്റുകൾ എന്ന് സ്ഥാപിക്കുകയും അങ്ങനെ ഒരു യൂണിവേഴ്സൽ ഇതിലേക്ക് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റഡി ആയിരുന്നു അവിടെ ലീഡ് ചെയ്യപ്പെട്ടത്. അപ്പൊ അതൊക്കെ തന്നെ ഈ പറയുന്ന ആന്ത്രപ്പോളജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഡിസിപ്ലിനിലേക്ക് ഉയരുന്നതിന് സഹായിച്ച പ്രധാനപ്പെട്ട വർക്കുകളാണ്. അടുത്തത് സർ എഡ്വേർഡ് ബേർണറ്റ് ടൈലർ, who is generally regarded as the founder or the father of the cultural anthropology. അതായത് ആന്ത്രപ്പോളജിയിൽ തന്നെ പല മേഖലകളുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, സബ് ഡിസിപ്ലിൻസ് ആയിട്ട്. അപ്പോ ഈ പറയുന്ന കൾച്ചറൽ ആന്ത്രപ്പോളജിയുടെ ഫാദർ ആയിട്ടാണ് എഡ്വേർഡ് ബേർണറ്റ് ടൈലറിനെ അറിയപ്പെടുക. മെയിൻലി കൺസേൺ വിത്ത് തിയറി ഓഫ് കൾച്ചറൽ എവല്യൂഷൻ ആൻഡ് ഡിഫ്യൂഷൻ, origin of religion and magic. His conceptual definition of culture and cultural survivals are still reckoned till today. അതായത് അദ്ദേഹത്തിന്റെ വർക്കുകൾ പ്രധാനമായിട്ട് വരുന്നത് ഒരു സാംസ്കാരികപരമായിട്ടുള്ള ഒരു എവല്യൂഷനും അതോടൊപ്പം ഡിഫ്യൂഷനും അതിന്റെ പരിണാമവും അതോടൊപ്പം തന്നെ ഒരു കൾച്ചറിന്റെ അവസാനവും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. അതോടൊപ്പം തന്നെ റിലീജിയൻ, മാജിക്, ഇതൊക്കെ എങ്ങനെയാണ് എമർജ് ചെയ്തത് എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പഠനങ്ങൾ. അപ്പൊ ഇതും എന്തിലേക്ക് നയിച്ചവയാണ്, സോഷ്യൽ ആന്ത്രപ്പോളജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് അല്ലെങ്കിൽ വർക്കുകളാണ്. He stands out as the most eminent anthropologist among the pioneers of the social cultural anthropology. Some of his main work include the researches into the early history of mankind and the development of civilization, primitive culture and anthropology, an introduction to study of man and civilization. ഇതൊക്കെ ഈ എഡ്വേർഡ് ബേർണറ്റ് ടൈലറിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. അപ്പൊ ഈ വർക്കുകളെല്ലാം തന്നെ സോഷ്യൽ ആന്ത്രപ്പോളജിയിൽ പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തവയായിരുന്നു. അടുത്ത വരുന്ന മറ്റൊരു പൈനിയർ ആണ് ഫ്രാൻസ് ബോവാസ്. ഫ്രാൻസ് ബോവാസിനെ ഫാദർ ഓഫ് അമേരിക്കൻ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്, അതായത് അമേരിക്കൻ ആന്ത്രപ്പോളജിയുടെ പിതാവായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ അമേരിക്കൻ, വൺ ഓഫ് ദ ഫൗണ്ടർ അല്ല, ഫൗണ്ടർ ഓഫ് മോഡേൺ അമേരിക്കൻ ആന്ത്രപ്പോളജി, അതായത് മോഡേൺ അമേരിക്കൻ ആന്ത്രപ്പോളജിയുടെ പിതാവും കൂടിയാണ് ഫ്രാൻസ് ബോവാസ് എന്ന് പറയുന്നത്. ആൻഡ് ദ പോസ്റ്റുലേഷൻ ഓഫ് ദ കോൺസെപ്റ്റ് കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയുന്ന ഒരു ടേം ഒക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഫ്രാൻസ് ബോവാസ് ആയിരുന്നു. His significant works ആണ് ദ മൈൻഡ് ഓഫ് ദ പ്രിമിറ്റീവ് മാൻ, റേസ്, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളാണ്, ആന്ത്രപ്പോളജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത വർക്കുകളാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് മാജിക്, റിലീജിയൻ എന്ന് പറയുന്ന കോൺസെപ്റ്റുകളിലായിരുന്നു. പിന്നീട് വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് വർക്കാണ് ദ ഗോൾഡൻ ബഫ്, സ്റ്റഡി ഓഫ് കമ്പാരറ്റീവ് റിലീജിയൻ എന്ന് പറയുന്നത്. Then W.H. River also contributed to the development of emerging social anthropology. പിന്നീട് നമ്മൾ ആ പൈനിയേഴ്സിന്റെ പേരുകൾ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞ ഒന്നായിരുന്നു, ഒരാളുടെ പേരായിരുന്നു W.H. റിവർ എന്ന് പറയുന്നത്, HR റിവർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹവും ഇത്തരത്തില് സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ എമർജൻസിൽ നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് കിൻഷിപ്പിനെ പറ്റിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പഠനത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വർക്ക് എന്ന് പറയുന്നതാണ് the thought as the history of the Melanesian society in 1914. 1914 ഈ വർക്കാണ് അദ്ദേഹം സോഷ്യൽ ആന്ത്രപ്പോളജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വർക്കായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു അധ്യായത്തിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. അതായത് സോഷ്യോളജി എന്ന് പറയുന്നതും സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയപ്പെടുന്നതും ഈ സബ്ജക്റ്റുകളുടെ എമർജൻസ് എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഇവയിൽ ഏറ്റവും പ്രധാനമായി കരുതപ്പെടുന്ന ആളുകൾ, കോൺട്രിബ്യൂട്ട് നടത്തിയ ആളുകൾ എന്തായിരുന്നു, ഇവ ഉയർന്നു വന്നതിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ ഇതിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു, ഇവയൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സോഷ്യോളജി എങ്ങനെ ഇന്ന് നമ്മൾ ഈ കാണുന്ന പോലുള്ള ഒരു സബ്ജക്റ്റ് ആയി എന്ന് നമുക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ സോഷ്യൽ ആന്ത്രപ്പോളജി, പൊതുവെ നമ്മൾ പറയുന്നത് സോഷ്യോളജി
സോഷ്യോളജിയെയും ആന്ത്രപ്പോളജിനെ ഒക്കെ ട്വിൻ സിസ്റ്റേഴ്സ് എന്ന രീതിയിലാണ് പറയപ്പെടുക. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് ആന്ത്രപ്പോളജി ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചു അല്ലെ, അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഹ്യൂമൻ സൊസൈറ്റിയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. സോഷ്യോളജിയും നമ്മൾ ഹ്യൂമൻ സൊസൈറ്റി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യോളജിയെയും സോഷ്യൽ ആന്ത്രപ്പോളജിയെയും എടുത്തു നോക്കുമ്പോൾ രണ്ടും വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു ഡിസിപ്ലിൻസ് ആണ്. അപ്പൊ അത് രണ്ടിന്റെയും എമർജൻസ് അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന്റെ എമർജൻസ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു ഉത്ഭവത്തെ പറ്റി നമ്മൾ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതായത് ജൂൺ 2002 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് 20 മാർക്സിന്. ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ഫോർ ദ എമർജൻസ് ഓഫ് സോഷ്യൽ ആന്ത്രപ്പോളജി. ഇപ്പോൾ നമ്മൾ നോക്കിയുള്ളൂ. അതായത് സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ എമർജൻസിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ എന്താണ് അതിന്റെ എമർജൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ഇന്റലക്ച്വൽ മൂവ്മെന്റ്സ്, പലതരത്തിലുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിസിപ്ലിൻസിന്റെ എമർജൻസ് തുടങ്ങി അവിടെ തുടങ്ങി നമ്മളിത് ആദ്യമേ തുടങ്ങി നമ്മൾ പറയേണ്ടതുണ്ട്. അതായത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഇന്നോവേഷൻസ് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചസ് പല സയൻസുകളിലും ആരംഭിച്ചപ്പോ അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ പോലുള്ള ആളുകളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫിലോസഫേഴ്സിന്റെ എഴുത്തുകളും ഒക്കെ തന്നെ എന്തിലേക്ക് നയിച്ചവയായിരുന്നു? നമ്മുടെ സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ എമർജൻസിലേക്ക് നയിച്ചവയായിരുന്നു. അപ്പൊ ഇതെല്ലാം ചേർത്തുകൊണ്ടായിരിക്കണം ആ ഒരു ആൻസർ നിങ്ങൾ എഴുതേണ്ടത്. താങ്ക് യു.